നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ രാജു ലിഫ്റ്റിനുള്ളിൽ പ്രതാപൻ. സർ, വേഗം നോക്ക് രാജു. രാജു, സർ, എന്താ സംഭവിക്കുന്നത്? സർ, ഇതൊന്ന് വേഗം തുറക്കാൻ പറയൂ. അതെ മോനെ, ഇത് വെറുതെ വിടാൻ പാടില്ല. നടക്കാൻ പാടില്ലാത്തതാ നടന്നത്. ഇനി വളരെ സൂക്ഷിക്കണം. ഇനി ഒരിക്കൽ കൂടി നീ പിടിക്കപ്പെട്ട ആ വീട്ടിൽ നിന്ന് തന്നെ നീ പുറത്താകും. സൂക്ഷിച്ചോ. ശരി അമ്മേ. ഇത് കൊള്ളാല്ലേ? കൊള്ളാം. രാജു, ഇതൊന്നിട്ട് നോക്കിയേ. എന്റെ മകനും രാജുവും ഒരേ സൈസാ. ഇത് രാജുവിന് കറക്റ്റ് ആണെങ്കിൽ എന്റെ മകനും കറക്റ്റ് ആയിരിക്കും. ഒന്നിട്ട് നോക്കിയേ. അയ്യോ, ഞാനോ? അത് ശരിയാവില്ല സാറേ. അത് സാരമില്ല. ഇനി മകൻ അമേരിക്കയിൽ നിന്ന് വന്ന് ഇട്ട് നോക്കിയൊക്കെ വാങ്ങുമ്പോൾ സമയം ഒരുപാട് വൈകും. ഇനി അഥവാ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി വെച്ചാൽ അത് സമയത്ത് ലൂസോ ടൈറ്റോ ആണെങ്കിൽ അതും ബുദ്ധിമുട്ടാവും. രാജു, ഒന്നിട്ട് നോക്ക്. സർ, രാജു, ഞാൻ ഇട്ടുതരാം. ആദ്യം ഈ മോതിരം ഒരിക്കൽ. ഇത് വിരലിനൂരി, എന്നിട്ടിപ്പോ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അല്ല, നീ ഇതുവരെ പോയില്ലേ? ഇല്ല. രാജു, എന്തു പറ്റി രാജു? ഊരാൻ പറ്റുന്നില്ല മാഡം. സർ, ഇത് അപ്പ എന്റെ മോതിരോ? അത് ഞാൻ പിന്നെ ഇട്ടോളാം. എന്താ രാജു, കൈ നീട്ടിക്കെ, ഞാൻ നോക്കട്ടെ. ഇനി ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. മോതിരം കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. രാജു, അത് ഇടാനുള്ള ഭാഗ്യം നിനക്കാണെന്ന് കരുതിയാൽ മതി. അല്ല സർ, അത് പിന്നെ അത് ഞാൻ തന്നൊരു ഗിഫ്റ്റായിട്ട് കൂട്ടിക്കൊള്ളൂ. അത് ഊരണ്ട, നിന്റെ കൈ തന്നെ കിടന്നോട്ടെ. ഇത്രയും വിലപിടിപ്പുള്ള മോതിരം എനിക്കെന്തിനാ സർ? ഞാൻ ഇതുവരെ രാജുവിനൊന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ. മാത്രമല്ല, നിന്റെ ബർത്ത്ഡേ എന്നാണെന്ന് നീ ആരോടും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അത് താനെടുത്തു. അതെ രാജു, ഇനി അത് ഊരണ്ട. മാഡം, അപ്പൊ എന്റെ മോതിരോ? നീ ആദ്യം വീട്ടിൽ പോ. ശരി സർ. ആ, അപ്പൊ ഈ 3 മോതിരങ്ങൾക്കും ബില്ല് റെഡിയാക്കാൻ പറയും. അമ്മേ, എല്ലാം റെഡിയാണമ്മേ. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. എല്ലാവരും പോവാൻ തുടങ്ങുകയാണ്. ലിഫ്റ്റിനുള്ളിൽ അവര് രണ്ടുപേരും മാത്രമേ ഉണ്ടാകൂ. അത് ഞാൻ ഉറപ്പു തരാം. ശരി അമ്മേ.
ചേട്ടാ ചേട്ടോ ചേട്ടോ ചേട്ടാ നാളെ നേരം പെടുത്താലേ ഇവന്റെ ബോധം തെളിയും. രാജു ഷോപ്പിംഗ് മാളിലെ ബില്ലെല്ലാം ക്ലിയർ ചെയ്തോ? ആ സാർ, എല്ലാം ക്ലിയർ ചെയ്തു. സ്ത്രീകളെയും ഹസ്ബൻഡും അവരിപ്പോ പോയതേ ഉള്ളൂ. എടാ, പ്രതാപനും ഋതികയും അവനും കൂടി ഒരുമിച്ച് ലിഫ്റ്റ് കയറിയിട്ടുണ്ട്. ആ ഓക്കെ അമ്മേ. സർ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വാ ഇങ്ങോട്ട്. നീയോ? നിനക്കെന്താ വട്ടായോ? നീ എന്തിനാ എന്റെ കോളറിൽ പിടിച്ച് വലിച്ചത്? നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്റെ മോതിരം കൈ നൂരിയത്? നിന്നെ അല്ലെങ്കിൽ വേണ്ട. ഇനി ഞാൻ തല്ലിയിട്ട് വേണം നീ വീട്ടിൽ ചെന്ന് അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ. സാർ എന്ത് വിചാരിച്ചാണോ എന്തോ. രാജു, ചേച്ചി, ഒന്ന് തുറക്കോ? രാജു, ഇതൊന്ന് തുറക്കാൻ പറയൂ. രാജു, അച്ഛ അച്ഛ ഏയ് രാജു. യാമിനി, എല്ലാ ബാഗും എടുത്തല്ലോ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ? ഇല്ല. രാജു, ചേച്ചി, അമ്മ ചേച്ചി, ഇതൊന്ന് തുറക്കാൻ പറയൂ. എന്താ അവിടെ? ഒന്ന് തുറക്കോ? അയ്യോ, എന്തു പറ്റി പ്രതാപ? ഇതൊന്ന് പ്രതാപേട്ടാ, പറയൂ. ഋതു, അയ്യോ, വേഗം തുറക്കാൻ പറയൂ. എന്താ രാജു, ലിഫ്റ്റിനുള്ളിൽ പ്രതാപൻ. സർ, വേഗം നോക്ക് രാജു. രാജു, സർ, എന്താ സംഭവിക്കുന്നത്? സർ, ഇതൊന്ന് വേഗം തുറക്കാൻ പറയൂ. രാജു, സർ, പ്രതാപ, ഞാനിവിടെ ഉണ്ട് സർ. നീ പേടിക്കണ്ട പ്രതാപ. തൊടരുത്. രാജു, നീ വേഗം ആരെങ്കിലും വിളിക്ക്. രാജു, സർ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. രാജു, എന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും വേഗം തുറക്കാൻ പറയൂ. അതെ, ഇവിടുത്തെ ലിഫ്റ്റ് ഓപ്പറേറ്റിംഗ് റൂം ഏതാ? താഴത്തെ ഫ്ലോറിലാണ് സർ. ഇതൊന്ന് നോക്കണേ. ശരി സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.